കളിച്ചെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തെടുക്കും. പെട്ടെന്നുണ്ട് ഇവിടെ നിന്നുണ്ട് ചവിട്ടി കിട്ടുന്നത്. അവിടെയും ഡാൻസ് ഇവിടെയും ഡാൻസ്. ഏതൊക്കെ ഡാൻസാ കളിക്കുന്നത്? ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെന്താ വീഡിയോ എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു ബബ്ലൂസിന്റെ ആനുവൽ ഡേന്റെ ഒരു എന്താ പറയുക ഒരു വ്ളോഗാണ്. അപ്പം നാളെയാണ് ബബ്ലൂസിന്റെ പ്രോഗ്രാം. അപ്പം ബബ്ലൂസൊക്കെ ഇപ്പോൾ ഇറങ്ങി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് അപ്പം നാളത്തെ ഒരു ദിവസം ബബ്ലൂസിന്റെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ആനുവൽ ഡേ അല്ലേ? അപ്പം ഒരു ഫുൾ ഡേ ഉണ്ടാവും. എന്താണ് സംഭവം എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയതിനെ കൊണ്ട് ആക്ക് ഫുൾ ടൈം ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ആക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്നു നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ ആൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ ചോദിക്കും ഭാവി എന്തെങ്കിലും കഴിക്കും, അവർക്ക് ടെൻഷൻ എന്നുവെച്ചാൽ ബബ്ലൂസ് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. അവൻ്റെ കൂടെ തന്നെ ജ്യൂസ് തന്നെ ഒന്ന് കൊണ്ടു കൊടുത്തപ്പോൾ അത് ഇഷ്ടമായിക്കില്ലെന്നോ തണുപ്പ് അധികമായിട്ടൊന്നും കുടിച്ചില്ല. അങ്ങനെ രാത്രി വരെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് അവൻ സ്റ്റേജിൽ കയറുമ്പോൾ അവനേക്കാൾ കൂടുതൽ ടെൻഷൻ എനിക്കാണ്. അത് ശരിയായോ, ഇത് ശരിയായോ, അത് റെഡിയായോ, ഇത് റെഡിയായോ. അപ്പം എനിക്ക് അതൊരു സമാധാനത്തിൽ നിൽക്കാൻ പറ്റും. എനിക്ക് പിന്നെ അവൻ്റെ കൂടെ എനിക്ക് അത് നിൽക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവന് വെള്ളം കുടിപ്പിക്കണം, അവന് ഫുഡ് കൊടുക്കണം, കറക്റ്റ് സമയം ചെയ്യണം. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം അവന് തീരെ വയ്യായിരുന്നു, പനിയെ, അതായത് ഹോസ്പിറ്റലായി. അതിന്റെ തലേ ദിവസം ഫുൾ ഓൺ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നത് ഭക്ഷണം കഴിക്കാത്ത. അപ്പൊ ഇത്തവണ ഉച്ചയ്ക്കാണ് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ആളോട് കുറച്ച് കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞത്. കാരണം അവിടെ വന്നിട്ട് എങ്ങനെയാ അവിടെ പോയി നോക്കിയിട്ടൊക്കെ വരും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. കാരണം നോക്കാം നാളെ എങ്ങനെയാന്ന്. എന്തായാലും ഇപ്പം പോയി കിടന്നുറങ്ങാം. നാളെ ഞാൻ ബബ്ബൂസിനെ കൊണ്ട് ആദ്യം ഒന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് തന്നെ വന്ന് കൂട്ടാം. ഓക്കെ. അപ്പോൾ ഉച്ചയായി. ഇന്ന് ബബ്ബൂസിൻ്റെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും ബബ്ലു അമ്മയും കൂടി പോകാനായിരുന്നു. ഭാവിക്ക് വയ്യാത്തതിനെ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ആളിതാ എപ്പോഴോ റെഡിയായി നിൽക്കുക. എന്താണ് വയ്യായ്മയൊക്കെ പോയോ? തീരെ ഞാൻ വേഗം വന്ന് അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു. എടാ കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം ഇപ്പം പോയാൽ ബബ്ലൂഷിന് മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പരിപാടി തുടങ്ങണം ഇനി 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂറിന് തുടങ്ങുമെന്നും അറിയില്ല. എന്നിട്ട് ആളിതാ റെഡി ആയിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. വാ എന്തായാലും പോവാ. അപ്പോൾ ഒരു കൊല്ലം പോയത് മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ ഉച്ച സമയത്ത് എല്ലാം. ഈ തവണ കൊയിലാണ്ടി ടൗണിൽ തന്നെയാണ് ഓഡിറ്റോറിയം. അന്ന് നമ്മൾ കൊയിലാണ്ടി കുറച്ച് അപ്പുറത്തേക്കായിരുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ട് തിരക്ക് പിടിച്ച് നമ്മൾ അങ്ങോട്ട് പോയതല്ലേ. ഏകദേശം ലേറ്റ് ആയി. ബാബുഷേ ഓക്കെ അല്ലേ? നമ്മള് ഇപ്പൊ അങ്ങനെയായോ? നമ്മളിതാ ബബൂസ് ഡാൻസ് കളിക്കാല്ലേ? അടിപൊളിയായിട്ട് കളിക്കണേ. നമുക്ക് അങ്ങോട്ട് എടുക്കാം. അപ്പൊ ബബുലിന്റെ ടീച്ചർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം എടുക്കാം അങ്ങോട്ടേക്ക്. ബബ്ലൂസിനെ വെയിറ്റ് ചെയ്യ, മേക്കപ്പ് ചെയ്യണ്ടേ? അപ്പോൾ ബബ്ലൂസിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കയറ്റിയതാ. അപ്പോൾ വാവ ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കുക. എൻ്റെ മോനെവിടെ, എൻ്റെ മോൻ വലുതായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ സംഭവം എന്ന്. അബൂച്ച ഏതൊക്കെ ഡാൻസാ കളിക്കുന്നത്? പിന്നെ പിന്നെ വേറെ ഏതോ ഉണ്ടായിരുന്നല്ലോ, ഡിയോ അല്ലേനോ? അത് ഇല്ല. മേക്കപ്പ് ഇടണ്ടേ? എനിക്ക് തോന്നുന്നു ഇപ്പം ബാക്കി കുട്ടികളെ മേക്കപ്പ് ഇടുകയാണ്. അതെ, ഗേൾസിന്റെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ബോയ്സിന്റെ മേക്കപ്പ് അല്ലേ ബോപ്പിച്ച? സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡിയാണ്. ഇതാണ് സ്റ്റേജ്. നല്ല വലിയൊരു സ്റ്റേജാണ്. ബബ്ലുവിനെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ആക്കിയിട്ട് ഞാൻ വാവയ്ക്ക് അമ്മ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് കുറേ ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കും. ബബ്ലുവിൻ്റെ കാര്യമാകുമ്പോൾ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ മാറ്റി വെക്കും. കാരണം ഇതിപ്പം നോർമലി വേറെ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, ഇപ്പം ഒരു ഷൂട്ട് തന്നെ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഇത്രയും പൈസ തരും, അതിന് ഇത്ര എഫേർട്ട് ആൾ എടുക്കില്ല. എന്നുവെച്ചാൽ എന്നോട് പറയാം, അയ്യോ എനിക്ക് വയ്യ, അത് ഒഴിവാക്കിയ ആൾ
കാരണം ക്ഷീണം പിടിക്കും. പക്ഷെ ഇത് ബബ്ലുവിൻ്റെ കാര്യം വരുമ്പോൾ എവിടുന്നൊക്കെയോ ഈ ശക്തി വന്നിട്ട് ഇത് കണ്ടോ, നമ്മളിതാ ഇങ്ങനെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കഴിക്കുന്നു. കംഫോർട്ട് സോണൊക്കെ ഒഴിവാക്കും ആള്. ഇതാണ് നേരത്തെ ശക്തി വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലറിഞ്ഞവിടെ കിടന്നത്. പക്ഷെ തല ഇറങ്ങി കിടന്ന് എന്നിട്ടും നീ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇതൊക്കെ ചെയ്യുന്നു. ഇത് നോർമൽ ഒരു കേസിലാണ് ചെയ്യൂല, ബബ്ലുവിൻ്റെ കേസിലാണെങ്കിൽ ചെയ്യും. എൻ്റേതാണ് ചെയ്യുക. പക്ഷെ ആളേതാണെങ്കിൽ എന്തായാലും ചെയ്യൂല, അതെനിക്കറിയാം. എന്തായിക്കോട്ടെ, ഇപ്പോൾ പൈസ കിട്ടുന്നതായാലും എന്തെങ്കിലും അവാർഡ് കിട്ടുന്നതായാലും എന്താണെങ്കിലും ആളേതാണെങ്കിലും എന്തായാലും ഇത്ര എഫേർട്ട് എടുക്കൂല. നല്ലോണം ഡാൻസ് കളിക്കില്ലേ? ഫ്രണ്ടിന്റെ പേരെന്താ? ആണോ? മേക്കപ്പ് ഇട്ടിക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ടോ നോക്ക്, മേക്കപ്പ് രസമുണ്ടോ നോക്ക്, ഇഷ്ടമായോ? പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ നോക്കി, പക്ഷേ എനിക്ക് മിസ്സായ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ചുമരിലുണ്ട് ബബ്ലൂസിൻ്റെ ഫോട്ടോ. എന്ന് വെച്ചാൽ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോസ് മൊത്തം വെച്ചായിരുന്നു. ആ ഒരു മരത്തിൻ്റെ ഷേപ്പിൽ നല്ല രസമുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായോ? ഉഷാറായില്ലേ? ഞാൻ ബബ്ലൂസിൻ്റെ പരിപാടിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. 4th ആദ്യത്തെ ഒരു പാട്ടാണ്. അപ്പം ബബ്ലൂസ് എല്ലാം റെഡിയായി നിൽക്കും. സോങ്ങാണ്, ഒരു സോങ് 3 ഡാൻസ് ഞാൻ നോക്കിയതിൽ കണ്ടത്. അതല്ലാണ്ട് ഫാഷൻ ഷോ ഉണ്ട്, അതല്ലാണ്ട് വേറെ എന്തോ ഉണ്ടോ അറിയില്ല. എൻ്റെ കണ്ണ് പെട്ടത് അല്ല, അത് ഇപ്പം എടുക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി പറഞ്ഞു. അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം എന്തായാലും ഇപ്പം മേക്കപ്പ് കഴിഞ്ഞ് ബബ്ലു അവിടെ നിൽക്കുന്നുണ്ട്. പരിപാടി ഇതാ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ഇവിടെ ഒരു സ്ഥലത്ത് ഇരുത്തട്ടെ. കുറച്ച് നേരം ഭക്ഷണം കഴിച്ചതിനെ കൊണ്ട് നീ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണം. ഇവിടെ ചിലപ്പോൾ ഇരിക്കൂല, ചാടി ഇപ്പം ബബ്ലൂസിന് അങ്ങോട്ട് വരും. എന്നാലും അവിടെ ഇരുത്താനുള്ളൊരു തത്രപ്പാട്. നമ്മൾ ഏകദേശം സെൻട്രൽ തന്നെ പോയി ഇരുന്നത്. വീഡിയോ എടുക്കേണ്ടിക്ക് വാവയാണെങ്കിൽ സ്റ്റാൻഡും കാര്യങ്ങളും ക്യാമറയൊക്കെ ബബ്ലൂസിൻ്റെ എക്സ്പ്രഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുക. എന്ന് വെച്ചാൽ വീഡിയോ ഇടാൻ വേണ്ടിയല്ല, പിന്നെ അവർക്ക് കാണാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ പരിപാടി വിളക്കൊക്കെ കത്തിച്ചിട്ട് കുട്ടികൾക്ക് സമ്മാനദാനം ഉണ്ടായിരുന്നു. സമ്മാനം ബബ്ലൂസിനും കിട്ടി. ഭയങ്കര സന്തോഷം. നമുക്ക് അറിയില്ലായിരുന്നു അവന് സമ്മാനം ഒന്നുള്ളത്. അപ്പോൾ അത് കിട്ടി. ആ ഒരു ട്രോഫി നമ്മളെ കയ്യിലേക്ക് തന്നു. ആദ്യം തന്നെ ബബ്ലൂസിന് ഡാൻസ് ആയിരുന്നു. അത് എനിക്ക് മിസ്സായിപ്പോയിരുന്നു. ആ ലിസ്റ്റിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ബബ്ലൂസിൻ്റെ ഡാൻസ് ആയിരുന്നു. ആളത് ഭയങ്കര ഒരു മെല്ലെ രീതിയിലായിരുന്നു കേട്ടോ കളിച്ചത്. പക്ഷേ സ്റ്റെപ്പൊക്കെ ആലോചിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ വട്ടം അവൻ അധികം ആക്റ്റീവ് ആയിരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? എങ്ങനെയുണ്ടായിരുന്നു അമ്മ? ഡാൻസ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് വാവ വേഗം പോയി. വാവ മെയിനായിട്ട് എല്ലാ പരിപാടിയും കഴിയുമ്പോൾ വേഗം പോയി വെള്ളം കുടിപ്പിക്കുക. അതിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. വെള്ളം കുടിച്ചോ? വേഗം പോയി വെള്ളം കുടിപ്പിച്ചു, കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് അടിപൊളിയായെന്ന് പറഞ്ഞു. ബബൂഷിൻ്റെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിന് 2ാമത്തെ പാട്ടാണ്. അതിന് വേണ്ടി ബബൂഷ് പോയിട്ടുണ്ട്. പാട്ട് പാടുമോ? കഴിഞ്ഞ വട്ടം ആള് ഭയങ്കര ടെൻഷനായിരുന്നു. വെച്ചാൽ പാട്ടൊക്കെ പഠിച്ചിരുന്നു, പക്ഷെ നമ്മളൊക്കെ കണ്ടപ്പം ഒന്നും പാടാണ്ട് നമ്മളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സീറ്റിന് മുന്നിൽ ക്യാമറമാൻ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇവിടെ താഴെ തന്നെ ഇരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഏതോ പാട്ടറിയില്ല, ഏതോ ബബില് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? ആദ്യത്തെ ഡാൻസിൽ അവൻ അധികം ആക്റ്റീവ് എന്ന് വെച്ചാൽ കളിച്ചിരുന്നു. പക്ഷേ 2ാമത്തിൽ ഭയങ്കര ആക്റ്റീവ്, സ്റ്റെപ്പൊക്കെ നല്ലോണം കളിച്ചു. നല്ല സന്തോഷം. എനിക്കും ഭാവിക്കൊക്കെ എന്താ പറയണ്ടേ അറിയില്ല. അവൻ കളിക്കുന്ന കണ്ടിട്ട് നോക്കി ക്യാമറയിൽ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് ഫുൾ അവനെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടുവന്ന്. അയ്യോ, ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു നിമിഷം അവൻ കളിക്കുന്നതൊക്കെ കാണാൻ. കാരണം അതിൻ്റെ മുന്നത്തെ യൂത്ത് ഫെസ്റ്റിവലിനല്ല, എനിക്ക് പറയാൻ തന്നെ തപ്പിപ്പോന്നു. ആ ടൈമിൽ കഴിഞ്ഞ വട്ടത്തെ പ്രോഗ്രാമിന് അവൻ അധികം കളിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വട്ടം അവൻ ഭയങ്കര ആക്റ്റീവായി കളിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ എന്നെക്കാട്ടിലധികം വാവ കരഞ്ഞു പോയി കണ്ടിട്ട്. എന്നോടിങ്ങനെ പറയാം അവൾ, അയ്യോ നമ്മളെ മോൻ ഇത്ര വലുതായോ, അവൻ ഇങ്ങനെ നോക്കി കളിക്കുന്നു. വാവയാണ് നല്ലോണം ഡാൻസ് കളിക്കും. ആദ്യം മുതലേ ചെറുപ്പം മുതലേ ഡാൻസ് കളിക്കുന്ന വാവേൻ്റെ അമ്മയൊക്കെ ഡാൻസ് കളിക്കുന്ന. അപ്പോൾ ആ ഒരു ഓർമ്മകളും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കരഞ്ഞു പോയ ആൾ പാവം. വേഗം പരിപാടി കഴിഞ്ഞത് ഓടിപ്പോയി വെള്ളം കുടിപ്പിച്ചിട്ട് ബബ്ലൂസിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ വാവ അപ്പൊ ബബ്ലൂസിന് ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് വന്നാണ്. നമ്മള് ഞെട്ടിച്ച ബബ്ലൂസ്
അടിപൊളിയായി കളിച്ചു. ഞാനും ഭാവൻ ഞെട്ടിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുന്നേ ഇങ്ങനെ കണ്ടിട്ടില്ല. വലിയ കുട്ടിയായി ഭാവ കരയായിരുന്നു അമ്മ, അയ്യോ എൻ്റെ മോൻ വലിയ കുട്ടിയായല്ലോ എന്ന്. ഞാനും അതാണ്, കാരണം വീട്ടിൽ നിന്ന് ഇങ്ങനെ കളിക്കല്ലോ, വീട്ടിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഇത് കറക്റ്റ് പഠിച്ച് സ്റ്റെപ്പൊക്കെ കളിച്ചപ്പോൾ ഞെട്ടിപ്പോയി അല്ലേ. അടുത്ത സോനാസോ നോക്ക്, അടുത്ത സോനാസോനെ അടിച്ചു വെച്ച് കളിക്കണേ. അടുത്ത പാട്ട് സോനാസോ അടിപൊളിയായിട്ട് കളിക്കണേ. ഇപ്പൊ ആള് ക്യാമറ ഉള്ളപ്പോ ആളിങ്ങനെയാ, കുറച്ച് സൈലന്റ് ആവും. ക്യാമറ വിട്ടാ ഇറങ്ങി ഓടാനുള്ള ഈലുള്ളത്. അടുത്ത സോനാസോന പറഞ്ഞ പാട്ടാട്ടോ. അത് വീട്ടിൽ നിന്നൊക്കെ പറയും ഈ പാട്ടുണ്ട് കളിക്കണം, ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അതിന് ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുത്ത് സ്റ്റേജിലേക്ക് വിട്ടു. അതും ഓൻ അടിപൊളിയായിട്ട് കളിച്ചു. സ്റ്റെപ്പൊക്കെ ഓർത്ത് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ മോൻ ഇങ്ങനെ ആലോചിച്ച് എനിക്ക് തന്നെ പറ്റില്ല. അപ്പോൾ അവനിങ്ങനെ ആലോചിച്ച് കളിക്കുന്നത് കണ്ടപ്പോൾ സ്റ്റെപ്പ് ഓരോന്നും എടുത്ത് കളിക്കുന്നത് ഭയങ്കര സന്തോഷം. പിന്നെന്താ പറയുക, നമ്മളെ മക്കളിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ അല്ലേ ഭയങ്കര സന്തോഷമായി നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ പിന്നെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എന്നൊരു ഓർമ്മയായിരിക്കും നമുക്ക്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഈ വ്ളോഗ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം ഇതാണ്. ഈ വ്ളോഗ് പിന്നെ ഒരു 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞ് ബബ്ലൂസിനെ കാണിക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ബബ്ലൂസ് നല്ലോണം കളിച്ചു. പിന്നെ കാറിലൊക്കെ പോകുമ്പോൾ ഈ പാട്ട് സോനാസോനോന് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ നിന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് കാറിൽ നിന്നൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ അവനെ പഠിപ്പിച്ച ടീച്ചർമാർക്കൊക്കെ ഒരുപാട് നന്ദി. അവരൊക്കെ അടിപൊളിയായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ചില്ലറ കാര്യമല്ല, അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. അത് സൂപ്പറായി കേട്ടോ. കുഞ്ഞു പോയടാ, ഇപ്പൊ വരും. സ്കൂള് വിട്ട് നേരെ വന്നല്ലേ. അടുത്തൊരു ഡാൻസിന് വേണ്ടി അവൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി വന്നപ്പോൾ സ്റ്റേജിൽ മോണിക്ക വെച്ചിരുന്നു. മോണിക്ക അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോണിക്ക ആ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ പാട്ട് അവന് ഇറങ്ങിയ തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അടുത്ത ഡിയോ ഡീസക്ക് പാട്ടായിരുന്നു. അതും അവൻ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, ആ ഡ്രസ്സും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ വട്ടം നമുക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. അവന് അത്ര അങ്ങോട്ട് കളിക്കാത്തപ്പോൾ എന്നാലും അവന് ആക്റ്റീവായിരുന്നു. എന്നാലും ഒരു കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടി എത്ര ഇമ്പ്രൂവ് ആയെന്ന് ഓർക്കുമ്പം ഒരുപാട് സന്തോഷം എന്ന് വേണേൽ പറയാം. എന്ന് വെച്ചാൽ അവന് എല്ലാം അറിയായിരുന്നു കഴിഞ്ഞ വട്ടവും. പക്ഷെ അവൻ സ്റ്റേജിൽ നിന്ന് കളിച്ചില്ല. സ്റ്റേജ് ഫിയർനെസ് ഉണ്ടായിരുന്നു. അപ്പം സ്റ്റേജിൽ വന്നപ്പോൾ കളിക്കാത്തപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തുനിന്നൊക്കെ അവൻ കളിച്ച് കാണിച്ചു തന്നപ്പോൾ ഈ തവണ ആ ഒരു പേടി പോയി കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം എനിക്കും ഭാവിക്കും. പിന്നെ ഈ ഒരു ഡാൻസ് കളിക്കുന്ന സമയത്ത് വേറൊരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞുതരാം. വേറൊരാളും കൂടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ്റെ ഡാൻസ് കണ്ടിട്ട് ബബ്ലൂസ് ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു ആളും കൂടി ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അവിടെ കളിച്ചെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തെടുക്കും. പെട്ടെന്നുണ്ട് ഇവിടെ നിന്നുണ്ട് ചവിട്ടി കിട്ടുന്നത്. അപ്പൊക്കെ ഞാൻ നോക്കുമ്പോൾ അവിടെയും ഡാൻസ് ഇവിടെയും ഡാൻസ്. ഭാവയാണ് ഓരോ പരിപാടി കഴിയുമ്പോൾ വേഗം ഡ്രസ്സിങ് റൂമിലേക്ക് ഓടും ബബ്ലുവിന് വെള്ളം കുടിപ്പിക്കാനും അതുപോലെ തന്നെ ഡ്രസ്സ് റെഡിയാക്കാനൊക്കെ. അപ്പം മിസ്സുമാരൊക്കെ പറയുന്നുണ്ട്, അയ്യോ പ്രഗ്നൻ്റ് ആണ്, അവിടെ ഇരുന്നോ കുഴപ്പമില്ല നമ്മൾ ചെയ്തോളാം എന്നൊക്കെ. പക്ഷേ ആൾക്ക് ഉള്ളിൽ ഒരു അമ്മ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ഓടിപ്പോവും, വെള്ളം കുടിപ്പിക്കും, ഭക്ഷണം കഴിപ്പിക്കും. ഇത് തന്നെയായിരുന്നു. അടുത്ത അവൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു. അതിന് വേണ്ടി എടുത്ത ഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ട് കയറാൻ പോവുകയാണ്. ഫാഷൻ ഷോൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത വാവ തന്നെയാണ്. വാവയ്ക്ക് ആ ഡ്രസ്സിങ് സെൻസും കാര്യങ്ങളൊക്കെ ആദ്യം ഉള്ളതിനെ കൊണ്ട് അവൾ തന്നെയാണ് എല്ലാ കാര്യവും ബബ്ലൂസിനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കൽ. ആ ബബ്ലൂസിന് നല്ല രസമായിട്ടും തോന്നിയ ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സ്. ബബ്ലൂസാണ് ഫാഷൻ ഷോയിൽ നല്ല അടിപൊളിയായിട്ട് പോസ്റ്റൊക്കെ ചെയ്തു. കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വാക്ക് ചെയ്ത് വന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ, നമ്മളെ മക്കളെ പരിപാടിയൊക്കെ കാണാൻ. നമ്മൾ 3 മണിക്ക് പരിപാടി, നമ്മളൊരു 1:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് തൊട്ടിട്ട് 9 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. സമയം പോയത് അറിഞ്ഞിട്ടില്ല. എത്ര പെട്ടെന്നാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരുപാട് കുട്ടികൾ, നമ്മൾ വീഡിയോസ് കാണുന്ന കുട്ടികൾ, ഇപ്പം അവിടുത്തെ കുട്ടികളുടെ സിസ്റ്റേഴ്സും അതുപോലത്തെ ഫാമിലിത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നമ്മളോട് വന്ന് സംസാരിച്ചിരുന്നു. വീഡിയോസ് കാണലുണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴെന്ന് തന്നെയായിരുന്നു ഫുഡ്. വൈകുന്നേരം ചായ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാത്രി ബിരിയാണി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു. ബബ്ലൂസും കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ എത്ര അടിപൊളിയായിട്ട് ബബ്ലൂസ് പെർഫോം ചെയ്തു. ആ ദിവസം ഭാവിക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ക്ഷീണമൊന്നും അവൾ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട്
അതൊക്കെ പിടിച്ച് ഭക്ഷണമൊക്കെ എത്രയോ കുറവായിരുന്നു, എന്നാലും എല്ലാം എങ്ങനെ അവൾക്ക് ഇത്ര എനർജി കിട്ടിയെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ബബ്ലൂസിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു ദിവസം എന്നും മനസ്സിൽ ഓർമ്മയില്ലായിരിക്കും. ഈ വീഡിയോ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പറയുകയും ചെയ്യും അന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇത് ഭയങ്കര സ്പെഷ്യലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താ പറയുക, ബബ്ലൂസ് മാവേ റൂമിലുണ്ട്. ബബ്ലുവിൻ്റെ കാലൊക്കെ അത് അവിടെ തുടച്ചുകൊണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ മാവ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളി. ബബ്ലു മോൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടോ. ബബ്ലു മോൻ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടോ. ഗുഡ് ബോയ്. അടിപൊളിയായി ചെയ്ത അമ്മയുടെ കുട്ടി. ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്ത് പാട്ട് പാടി ഡാൻസ് കളിച്ചാ മുതലേനെ കാണിക്കുക, അവൻ്റെ ടോയൊക്കെ വെച്ച് കളിക്കുക. അടുത്ത ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക. ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അടുത്ത വ്ളോഗ് എന്തായിരിക്കും എന്നറിയില്ല, ഒരു പ്ലാനും ഇല്ല. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ എന്തായാലും വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോ എനിക്ക് തോന്നുന്നു വാവേൻ്റെ ട്രൈമസ്റ്റർ വീഡിയോ ഒക്കെ വരാനുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം 4 നിന്ന് 5 പോവുകയാണ്. ആ വീഡിയോ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥന എല്ലാം വേണം കൂടെ. അപ്പം എന്തായാലും ബായ്.